അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 4 ശനിയാഴ്ച. ജനാധിപത്യ സംരക്ഷണത്തിന് കോടതിയും കണ്ണടച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചീഫ് ജസ്റ്റിസിന് അയച്ച കത്തിൽ ഇന്ത്യ മുന്നണി പ്രതിപക്ഷ കക്ഷികൾ. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അയച്ച 6 പേജുള്ള കത്തിൽ 23 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും ഒരു സ്വതന്ത്ര എംപിയും ഒപ്പുവച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു കത്ത് ചീഫ് ജസ്റ്റിസിന് എഴുതുമായിരുന്നില്ലെന്നും ജനാധിപത്യം അപകടത്തിലാണെന്ന വസ്തുത കണക്കിലെടുത്ത് എഴുതുന്നതാണെന്നും കത്തിൽ പറയുന്നു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം ചെയ്യാൻ സർക്കാരിന് അപേക്ഷ പുതുക്കി നൽകി അദാനി ഗ്രൂപ്പ്. സർക്കാരിനെ അറിയിക്കാതെ വിദേശ നിക്ഷേപത്തിന് ധാരണയുണ്ടാക്കിയതിൽ അദാനി ഗ്രൂപ്പിനോട് മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിന് പിറകെയാണ് വിശദമായ അപേക്ഷ നൽകിയത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഓഹരി കൈമാറാൻ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് പുതിയ അപേക്ഷയിൽ പറയുന്നു. കനത്ത മഴ കാരണം തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അവധി പ്രഖ്യാപിച്ചു. പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും ഈ അവധി ബാധകമായിരിക്കില്ല. വയനാട് ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 വർഷത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയായില്ലെങ്കിൽ കോളേജിന്റെ അംഗീകാരം നഷ്ടപ്പെടും. അത്തരമൊരു സാഹചര്യമുണ്ടാകാൻ സർക്കാർ അനുവദിക്കില്ല. കോളേജ് മാനന്തവാടിയിൽ കൊണ്ടുവരാനാണ് പ്രഥമ പരിഗണന. സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പെരുമ്പാവൂർ ലഹരി തലസ്ഥാനമാണെന്ന മേൽവിലാസം മാറ്റണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച തൂഫാൻ ജാഗരൺ റാലിയിലാണ് ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ. അതിഥി തൊഴിലാളികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും മലയാളികൾക്കും ലഹരി വ്യാപനത്തിൽ പങ്കുണ്ടെന്നും ചെന്നിത്തല വ്യക്തമാക്കി. അദാനി ഗ്രൂപ്പ് സർക്കാരിന്റെ അനുമതി തേടാതെയാണ് MSC കമ്പനിക്ക് ഓഹരി വിൽക്കാൻ കരാറുണ്ടാക്കിയതെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സർക്കാരിനെ അറിയിക്കാതെ ഇത്തരമൊരു കാര്യം ചെയ്യാൻ ധൈര്യമുള്ള ഒരു കോർപ്പറേറ്റും ഇന്ത്യയിലില്ല. തുറമുഖത്തിന്റെ സുരക്ഷാ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും അത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറുന്ന അദാനി ഗ്രൂപ്പിന്റെ തീരുമാനം സംസ്ഥാന സർക്കാരുമായുള്ള കരാർ വ്യവസ്ഥയുടെ ലംഘനമെന്ന് മുൻ വ്യവസായ മന്ത്രി P. രാജീവ്. കരാർ ലംഘനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറയാൻ മുഖ്യമന്ത്രി ധൈര്യം കാണിക്കുന്നില്ലെന്നും P. രാജീവ്. താരസംഘടനയായ അമ്മയുടെ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് എറണാകുളം മുൻസിഫ് കോടതി താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. ശ്വേത മേനോന്റെ ഹർജിയിലാണ് ഉത്തരവ്. അമ്മയുടെ അഡ്ഹോക്ക് കമ്മിറ്റിക്ക് അധികാരമില്ലെന്നും ശ്വേതയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് തുടരാമെന്നും കോടതി ഉത്തരവിട്ടു. ഇതോടെ അഡ്ഹോക്ക് കമ്മിറ്റിയിൽ നിന്ന് രമേശ് പിഷാരടി MLA രാജിവെച്ചു. കൊച്ചിയിലെ കോറോ ഹെൽത്ത് സ്ഥാപനത്തിലെ കൂട്ട പിരിച്ചുവിടൽ മരവിപ്പിച്ചു. സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്നാണ് പിരിച്ചുവിടൽ മരവിപ്പിച്ചത്. ഈ മാസം 6-ന് തിരുവനന്തപുരത്ത് തൊഴിൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലെ ചർച്ചയ്ക്കു ശേഷം തുടർ തീരുമാനമുണ്ടാകും. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. തൃശൂർ നെടുപുഴയിൽ കോൾപ്പാടത്ത് മിനി ബോട്ട് മുങ്ങി 2 പേരെ കാണാതായി. പാടത്തെ വളർത്തുമീനിന് തീറ്റ കൊടുക്കാൻ 5 പേർ ചേർന്ന് ബോട്ടിൽ കോൾപ്പാടത്തേക്ക് പോയതായിരുന്നു. 3 പേർ നീന്തിക്കയറി. മാസപ്പടി കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും കർശന നിയന്ത്രണം. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ചുരം റോഡിൽ കനത്ത പാറ വീഴ്ചയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യത.
KPCC ഭാരവാഹി യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രസിഡന്റിന് കത്ത്. KC വേണുഗോപാൽ പക്ഷക്കാരനായ KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷാണ് കത്ത് നൽകിയത്. UDF സർക്കാർ PM ശ്രീ അടക്കമുള്ള സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കുന്നതിനെതിരെ പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ട് CPM സംസ്ഥാന സമിതി അംഗവും മുൻ മന്ത്രിയുമായ V. ശിവൻകുട്ടി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് കത്തയച്ചു. കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ ഇടത് സർക്കാരിന്റെ കാലത്ത് നിയമിക്കപ്പെട്ട 6 നോമിനികളെ പിൻവലിച്ച് പുതുതായി 6 പേരെ UDF സർക്കാർ നിയമിച്ചു. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ, ആലപ്പുഴയിൽ പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് അടക്കം 6 പേർക്കാണ് നിയമനം. ഇതോടെ സിൻഡിക്കേറ്റിൽ UDFന് ഭൂരിപക്ഷമായി. റാഗിംഗ് നിരോധന നിയമത്തിന്റെ കരട് രേഖയിൽ ഉടനെ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. മതിയായ സമയം നൽകിയെന്നും ഇനിയും വൈകിയാൽ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തേണ്ടി വരുമെന്നും കോടതി. ബോഡി ബിൽഡർമാരുടെ പോലീസ് നിയമനത്തിലെ രേഖകൾ സർക്കാർ മുദ്രവച്ച കവറിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കി. വിജിലൻസ് അന്വേഷണത്തിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്നും തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിയമനം ലഭിച്ച ബോഡി ബിൽഡർ ഷിനു ഹർജിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. കൊല്ലത്ത് പീഡനക്കേസിൽ പുരോഹിതൻ അറസ്റ്റിൽ. ഫാദർ ഡെന്നീസ് പ്രവീണിനെയാണ് ചവറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ധ്യാനത്തിനെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതി DYFI നേതാവ് ജിതിൻ ഭാസ്കറിന് ജാമ്യം. കോഴിക്കോട് ജില്ലാ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ കേസിൽ DMK MLA അനിത R. രാധാകൃഷ്ണനെ തൂത്തുക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ബംഗളൂരു ISRO ആസ്ഥാനത്ത് വ്യാജ ബോംബ് ഭീഷണി സന്ദേശം അയച്ചയാൾ പിടിയിൽ. ഗാസിയാബാദിൽ നിന്നാണ് സഞ്ജയ് നഗർ പോലീസ് പ്രതിയെ പിടികൂടിയത്. പ്രതി മാനസിക അസ്വാസ്ഥ്യമുള്ളയാളാണെന്നും ഇയാളുടെ പക്കൽ നിന്ന് ഇലക്ട്രോണിക് ഡിവൈസ് പിടിച്ചെടുത്തതായും പോലീസ് അറിയിച്ചു. ബംഗളൂരു ഡേ കെയർ സെന്ററിൽ ആയമാർ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച സംഭവത്തിൽ ഒരു ജീവനക്കാരി അറസ്റ്റിൽ. വിജയലക്ഷ്മി എന്ന ആയിയാണ് അറസ്റ്റിലായത്. ശേഷിച്ച 4 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും ടാരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, the ultimate dandruff solution. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള ലോകമെങ്ങുമുള്ള ഹിന്ദു സമൂഹത്തിന്റെ വികാരങ്ങളെ ആഴത്തിൽ മുറിവേൽപ്പിച്ചെന്ന് RSS. അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നും RSS സർവകാര്യവാഹ് ദത്താത്രേയ ഹൊസബാളെ. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച യാത്ര തിരിക്കും. ആദ്യം ഇന്തോനേഷ്യയിലേക്കാണ് പ്രധാനമന്ത്രി പോകുന്നത്. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 8 പേർ ഗുജറാത്തിൽ അറസ്റ്റിൽ. ജെയ്ഷെ മൊഡ്യൂൾ സ്ഥാപിക്കാനും സംസ്ഥാനത്തും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലും ഭീകരാക്രമണം നടത്താനും പദ്ധതിയിട്ടവരെയാണ് പിടികൂടിയതെന്ന് ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന പറഞ്ഞു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി ആസ്ഥാന വിമതപക്ഷം പിടിച്ചെടുത്തു. നിയമസഭാ പ്രതിപക്ഷ നേതാവ് ഋതപ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗമാണ് മമതാ ബാനർജിക്ക് വലിയ വെല്ലുവിളി ഉയർത്തി ആസ്ഥാന മന്ദിരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന എല്ലാ സർവീസുകളും പുനരാരംഭിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൌദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ 13 സെക്ടറുകളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് നിലവിൽ സർവീസ് നടത്തുന്നുണ്ട്. മുംബൈ സർവകലാശാലയിലെ നിയമ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം വന്നപ്പോൾ 29 പേർക്ക് 0 മാർക്ക്. അവസാന വർഷ നിയമ വിദ്യാർത്ഥികളുടെ 6ാം സെമസ്റ്റർ പരീക്ഷയിലാണ് വിദ്യാർത്ഥികൾക്ക് 0 മാർക്ക് ലഭിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് സെനറ്റ് അംഗങ്ങൾ ഇടപെടുകയും ഫലം പുനഃപ്രസിദ്ധീകരിക്കാൻ സർവകലാശാലയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ ഹാപൂർ ജില്ലാ സപ്ലൈ ഓഫീസർ സീമ ചൌധരിക്കെതിരെ സ്വന്തം അമ്മയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തന്റെ പേരിൽ രഹസ്യ ബാങ്ക് അക്കൌണ്ട് തുടങ്ങി കള്ളപ്പണം വെളുപ്പിച്ചെന്നും വ്യാജ ഒപ്പിട്ട് സ്വത്ത് വിൽക്കാൻ ശ്രമിച്ചെന്നും അമ്മ പരാതിയിൽ പറയുന്നു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ നിർത്തിവെക്കാനുള്ള മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് ഇന്ത്യ. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണ തുടരുന്ന സാഹചര്യത്തിലാണ് കരാർ മരവിപ്പിച്ചത്.
യൗവനം നിലനിർത്താനുള്ള ഇഞ്ചക്ഷന് വേണ്ടി ആശുപത്രികളിൽ നിന്ന് മറുപിള്ള മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ സംഘം പാകിസ്ഥാനിൽ പിടിയിൽ. 500 കിലോഗ്രാം മറുപിള്ളയുമായാണ് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സംഘത്തെ പിടികൂടിയത്. പാകിസ്ഥാനിൽ അമിതമായി ആളുകളെ കുത്തിനിറച്ചെത്തിയ ബസ് കൊക്കയിലേക്ക് വീണ് 32 പേർ മരിച്ചു. പെഷ്വാറിൽ നിന്ന് ക്വറ്റയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഈജിപ്ത് പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ടിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഈജിപ്ത് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും 1-1 എന്ന നിലയിൽ സമനില പാലിച്ചതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു. 13-ാം മിനിറ്റിൽ ഇമാം ഔഷൌറിന്റെ ഗോളിൽ ഈജിപ്ത് മുന്നിലെത്തിയിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ 55-ാം മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോൾ ഈജിപ്തിന് വിനയായി. ഷൂട്ടൌട്ടിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ ഈജിപ്ത് 4 കിക്കുകളും ഗോളാക്കി. ജയത്തോളം പോന്ന തോൽവിയുമായി ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ റൌണ്ട് ഓഫ് 32-ൽ വിറപ്പിച്ച കേപ്പ് വെർദെ പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായി. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ മെസ്സിയെയും സംഘത്തെയും അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ചാണ് കേപ്പ് വെർദെ കളിക്കളം വിട്ടത്. കളിയുടെ 29-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയിലൂടെ അർജന്റീന ലീഡ് എടുത്തെങ്കിലും 59-ാം മിനിറ്റിൽ ഡെറോയ് ഡെദറാറ്റയിലൂടെ കേപ്പ് വെർദെ തിരിച്ചടിച്ച് സമനില പിടിച്ചു. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിന്റെ 92-ാം മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസിലൂടെ അർജന്റീന ലീഡ് തിരിച്ചുപിടിച്ചു. അധികം വൈകാതെ തന്നെ 102-ാം മിനിറ്റിൽ ലോപ്പസ് കാബ്രാലിലൂടെ കേപ്പ് വെർദെ സമനില പിടിച്ചു. എന്നാൽ കളിയുടെ 111-ാം മിനിറ്റിൽ കാബോ വെർദെ പ്രതിരോധ താരം ഡൈനെ ബോർഗസിന്റെ സെൽഫ് ഗോളിൽ അർജന്റീന വീണ്ടും മുന്നിലെത്തുകയായിരുന്നു. കളി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോഴും നിരന്തരം അർജന്റീനയുടെ ഗോൾ മുഖം വിറപ്പിച്ച് വീരോചിതമായ പോരാട്ടത്തിനൊടുവിൽ കേപ്പ് വെർദെ കീഴടങ്ങുകയായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.